നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എന്താണ് നാർസിസം അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഒരു തരത്തിലുള്ള സ്വഭാവ വൈകല്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഒന്നാണ്. അവനവനോട് തന്നെ അമിതമായ ഇഷ്ടവും അമിതമായിട്ടുള്ള പ്രാധാന്യവും തോന്നുകയും അതിനെ തുടർന്ന് മറ്റുള്ളവർക്ക് തീരെ മൂല്യം കൽപ്പിക്കാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നാർസിസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ നാർസിസ്റ്റുകൾ എന്ന് വിളിക്കും. അതായത് അമിതമായിട്ട് സ്വാർത്ഥതയുള്ളവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കും. നാർസിസം എന്ന അവസ്ഥയിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായാണ് സ്വാർത്ഥതയെ കണക്കാക്കുന്നത്. അമിതമായിട്ട് ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ഈ വാക്കുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് മറ്റു മനുഷ്യരെ മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയെയും നാർസിസം എന്ന് വിളിക്കാം. ഒരു നാർസിസ്റ്റ് ഒരിക്കലും തൻ്റെ യഥാർത്ഥ ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കില്ല. ഒരു വിഷമകരമായ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. തീവ്രമായ ആത്മവിശ്വാസം എപ്പോഴും ഇത്തരത്തിലുള്ളവരിൽ കാണപ്പെടാം. ചെറിയ ഒരു കുറ്റപ്പെടുത്തലോ അവരെക്കുറിച്ചുള്ള ഒരു വിമർശനമോ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു നാർസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യം ഉള്ളവർക്ക് ബന്ധങ്ങൾ, ജോലി, സ്കൂള് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പല മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ അവർ ഇരിക്കും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അവർ അർഹിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളോ പ്രശംസയോ ലഭിക്കാതെ വരുമ്പോൾ പൊതുവെ അവർ നിരാശരാവുകയും അല്ലെങ്കിൽ അസന്തുഷ്ടത പ്രകടിപ്പിക്കുകയും ചെയ്യും. അവരുടെ ബന്ധങ്ങൾ പൂർത്തീകരിക്കാത്തതായി അവർ കണ്ടെത്തിയേക്കാം. മറ്റുള്ളവർക്ക് ചുറ്റുമുള്ളത് ആസ്വദിക്കാനും അവർക്ക് കഴിയില്ല. നാർസിസ്റ്റുകൾ പൊതുവെ പ്രകടിപ്പിക്കാറുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ചിന്ത ഇവരിൽ ഉണ്ടാവും. എല്ലായ്പ്പോഴും സ്വന്തം കാര്യങ്ങളിൽ അമിതമായിട്ട് അവർ പ്രാധാന്യം കൊടുക്കും. അവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കാതെ വരുമ്പോൾ അക്ഷമയോ അല്ലെങ്കിൽ ദേഷ്യമോ അസന്തുഷ്ടതയോ ഒക്കെ വരാം. അതുപോലെ സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കാനോ അതുമൂലം മറ്റു മനുഷ്യർക്കുണ്ടായ വിഷമങ്ങളെക്കുറിച്ചോ ഇക്കൂട്ടർ ചിന്തിക്കുകയേ ഇല്ല. സമാനുഭാവം എന്ന വികാരം ഇവർക്ക് കുറവായിരിക്കും. എപ്പോഴും സ്വന്തം കഴിവുകൾ എപ്പോഴും ഉയർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക, സ്വന്തം സ്വഭാവത്തിൻ്റെ ന്യൂനതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക, ഇവയൊക്കെ ഇത്തരത്തിലുള്ളവരുടെ സ്വഭാവത്തിൽ കാണപ്പെടാം. ഇത്തരക്കാരെ ചെറുതായിട്ടൊന്ന് പ്രകോപിപ്പിച്ചാൽ പോലും വളരെ വേഗത്തിൽ ഇക്കൂട്ടർക്ക് ദേഷ്യം വരികയും ഒരുപക്ഷെ സ്ഥലകാല ബോധമില്ലാതെ ഇവർ ദേഷ്യ പ്രകടനം നടത്തിയേക്കുകയും ചെയ്യാം. പലപ്പോഴും ഇവരുടെ വികാര പ്രകടനങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. ഇവരിൽ ഡിപ്രഷൻ്റെയും ഉത്കണ്ഠയുടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇക്കൂട്ടർക്ക് അത് തിരിച്ചറിയാൻ കഴിയാറില്ല. എളുപ്പത്തിൽ തളർച്ച അനുഭവപ്പെടുക, സ്വയം ശ്രേഷ്ഠനാണെന്ന് തോന്നിപ്പിക്കാൻ കോപത്തോടെയോ അവഹേളനത്തോടെയോ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ ഉണ്ടാവും. സ്വന്തം പ്രതീക്ഷകൾക്ക് അതീതമായാൽ ഇക്കൂട്ടർക്ക് വിഷാദം അനുഭവപ്പെടാം. നാർസിസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാർസിസത്തിൻ്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാം. അതായത് നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യം, പരിതസ്ഥിതി, ഉദാഹരണത്തിന് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെയധികം വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട്, ന്യൂറോ ബയോളജിക്കൽ തകരാറ് മൂലം, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടുവരാറുണ്ട്. എന്നാൽ പല പഠനങ്ങളും പറയുന്നത് മാതാപിതാക്കൾ കുട്ടികൾക്ക് അവരുടെ ചെറുപ്പത്തിൽ വേണ്ടത്ര സ്നേഹമോ ശ്രദ്ധയോ പരിഗണനയോ നൽകാത്തതാണ് നാർസിസത്തിന് കാരണമാകുന്നത് എന്നാണ്. അതുമാത്രമല്ല, തിരിച്ചടികൾ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ സഹായിക്കാതെ ഇരിക്കുന്നതും ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങൾക്ക് കാരണമായേക്കാം. സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് നാർസിസം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സ്ത്രീകളിലും കണ്ടുവരാറുണ്ട്. ഇത് പലപ്പോഴും കൗമാരപ്രായത്തിലോ പ്രായപൂർത്തിയാകുമ്പോഴോ ഒക്കെ തുടങ്ങാം. കുട്ടികൾക്ക് നാർസിസ്റ്റിക് പ്രവണതകൾ പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിലും അത് അവരുടെ പ്രായത്തിൻ്റെയും വികാസത്തിൻ്റെയും ഘട്ടത്തിൻ്റെയും സൂചനയായിരിക്കാം. എന്നാൽ വളരെ ചെറിയൊരു കുട്ടി നാർസിസ്റ്റിക് ആകുന്നതും ചെറിയ നേട്ടങ്ങൾ വലുതാണെന്ന് വിശ്വസിക്കുന്നതും ചിലപ്പോഴൊക്കെ സാധാരണമാണ്. അത് വലുതാകുമ്പോൾ ഈ ഒരു സ്വഭാവം കാണണമെന്നുമില്ല. നാർസിസം നിർണ്ണയിക്കാൻ ലാബ് ടെസ്റ്റുകളൊന്നുമില്ല. രോഗനിർണയം സാധാരണയായിട്ട് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പലരും അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും പെരുമാറ്റ രീതികൾ കൗമാരത്തിലോ പ്രായപൂർത്തിയായതിൻ്റെ തുടക്കത്തിലോ ആരംഭിക്കുകയും അത് തുടരുകയും ചെയ്യും.
സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ ടോക്ക് തെറാപ്പി ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ചികിത്സിക്കാവുന്നതാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കണമെന്നില്ല. അതുകൊണ്ട് സ്വയമേവ ഇവർ ചികിത്സ തേടാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ചികിത്സ തേടുന്നത് അവരുടെ ആത്മാഭിമാനത്തെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ചികിത്സ പൂർത്തീകരിക്കാനും പിന്തുടരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കൗൺസിലിംഗ് എടുക്കുക. അതുവഴി ഒരു പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.